ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോത്സ്യർ സത്യം പറയാതിരിക്കാൻ വേണ്ടി രേണുക ജ്യോത്സ്യരുടെ തലക്കടിച്ച് അങ്ങ് വീഴ്ത്താണ്. അങ്ങനെ ജ്യോത്സ്യർ ബോധം കെട്ട് അങ്ങ് വീഴാൻ കേട്ടോ. എന്നിട്ട് ആ റൂമിലിട്ട് ജ്യോത്സ്യരെ പൂട്ടിയ ശേഷം മൊബൈലൊക്കെ എടുത്തുകൊണ്ട് രേണുക പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. എന്നിട്ട് മണ്ഡപത്തിലേക്ക് അങ്ങ് പോകും. അവിടെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ മുഹൂർത്തം വരെയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈ ചെറുക്കിനെയും പെണ്ണിനെയും വിളിച്ച് കല്യാണ താലികെട്ട് നടത്തണ്ടേ എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നടത്തിയ ശേഷം മാത്രമാണ് താലികെട്ട് നടക്കുകയുള്ളൂ, നിങ്ങൾ ധൃതി വെക്കാതെ എന്നങ്ങ് രേണുകയോട് പറയാണ്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പാർവതിയും ഗോപിനാഥും വസുന്ധരയൊക്കെ എന്താ ഇവർക്ക് ഇത്രക്ക് ധൃതി, എന്താ ഇവരൊരു വെപ്രാളം കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംശയത്തോടു കൂടി രേണുകയെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അശോകനൊക്കെ ഇങ്ങനെ എന്താ ഇവളീ പറയുന്നത്, ആ സമയമാകുമ്പോൾ എല്ലാം നടക്കുമല്ലോ, ഇവൾ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അശോകനും രേണുകയാന്ന് നോക്കാൻ കേട്ടോ. ഈ സമയത്ത് ചന്ദ്രീതിയും പരസ്പരം ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, ജ്യോത്സ്യർ വന്നതല്ലേ, ഇപ്പോൾ ജ്യോത്സ്യരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നങ്ങ് നിധി ചന്ദ്രയോട് ചോദിക്കുമ്പോൾ, അതേ മോളെ, ജ്യോത്സ്യർ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിരുന്നു, പക്ഷേ ജ്യോത്സ്യർ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എന്തോ ഒരു പന്തികേടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയും നിധിയും കൂടി പരസ്പരം ഇങ്ങനെ പറയാണ്. അങ്ങനെ പാർവതി രേണുകയോട് പറയാണ്, നീ ധൃതി വെക്കില്ലേ രേണുക, എല്ലാം അതിൻ്റെ സമയം പോലെ എല്ലാം നീ പോയി കല്യാണ പെണ്ണ് ശിവാനിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ലേ എന്നൊന്ന് നോക്ക് എന്നാ പറയണ്. അപ്പോൾ രേണുക ഞാൻ നോക്കിയിട്ട് വരാം എന്നും പണ്ട് ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ ഈ സമയത്താണെങ്കിലോ ശിവാനിയുടെ അടുത്തേക്ക് അമൽ ചെന്നിട്ടുണ്ടാവും. നീ എന്താ താഴേക്ക് വരാത്തത് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അമലിനെ കാണുമ്പോൾ റൂമിലൊക്കെ കയറ്റിയ ശേഷം ശിവാനി കതക് കുറ്റിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ശിവാനി അങ്ങ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. എന്നിട്ട് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് വരാൻ, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന TV-യിൽ നിൻ്റെയും എൻ്റെയും വിഷ്വൽസ് ഒക്കെ അങ്ങ് പ്രദർശിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ അമലിനോട് പറയും, നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ, എനിക്കറിയാം, ഞാൻ എന്തായാലും ഉറപ്പായും നിൻ്റെ കൂടെ തന്നെ വരും, പക്ഷേ ഒരു കാര്യം, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നിധിയുടെ കല്യാണം നടക്കാൻ പാടില്ല, നിധിയും ഗൗതമും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല, കാരണം ഞാൻ പൈസക്കാരിയായി തിരിച്ചു വരുന്ന സമയത്തും നിധി പിച്ചക്കാരിയെ പോലെ തന്നെ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനു വേണ്ടി നിധിക്ക് എന്തെങ്കിലും പാര ചെയ്തേ മതിയാവൂ, അതുകൂടി കഴിഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ താഴേക്ക് വരികയുള്ളൂ, ഉറപ്പായിട്ടും അമൽ ഞാൻ വരും, നീ ഇപ്പോൾ പോവാൻ നോക്കുക എന്നും പറഞ്ഞിട്ട് അമലിനെ അങ്ങ് പറഞ്ഞയക്കാൻ നോക്കുന്ന സമയത്താവും രേണുക വന്ന് കഥകിലങ്ങ് തട്ടാണ്. അങ്ങനെ രേണുകയുടെ കഥക് തട്ടുന്ന സമയത്ത് ആകെ അങ്ങ് പരിഭ്രമിക്കാൻ കേട്ടോ അമലും ശിവാനിയും. അപ്പോൾ ആരാ എന്നങ്ങ് ചോദിക്കാൻ, മോളെ ഞാനാണ്, അമ്മയാണ്, കഥക് തുറക്കുക എന്നങ്ങ് പറയാണ്. അങ്ങ് രേണുകയാണെന്ന് മനസ്സിലാക്കിയ ശിവാനി അമലിനെ അവിടെയുള്ള ഒരു സൈഡിൽ അങ്ങ് ഒളിപ്പിച്ച് നിർത്താൻ കേട്ടോ, ഒരു കർട്ടൻ്റെ ബാക്കിൽ അങ്ങ് ഒളിപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് രേണുക അങ്ങ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയും, എന്താ മോളെ നീ കുറ്റിയിട്ട്, അതോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യായിരുന്നു അമ്മേ, അതുകൊണ്ടാണ്. എന്താ അമ്മ, നിന്നെ അവിടെ എല്ലാവരും തിരക്കുന്നുണ്ട്, നിൻ്റെ എല്ലാം കഴിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ ആ ജ്യോത്സ്യർ വന്നിരുന്നു മോളെ, അയാൾ നിൻ്റെയും ഗൗതമിൻ്റെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു, പക്ഷേ ജ്യോത്സ്യർക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നങ്ങ് പറയാണ്. അപ്പോൾ ഇതെല്ലാം അമൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ അമലിൻ്റെ ഫോണിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് അങ്ങ് വീഡിയോ എടുക്കാൻ കേട്ടോ. അങ്ങനെ രേണുക ശിവാനിയോട് പറയാണ്, ഞാൻ ആ ജ്യോത്സ്യർ സത്യം പറയുമെന്ന് വാശി പിടിച്ച സമയത്ത് ഞാൻ അയാളുടെ തലക്കിട്ട് നല്ലൊരു അടി കൊടുത്ത് അയാൾ ബോധം കേട്ട് ആ റൂമിൽ വീണ് കിടക്കുന്നുണ്ട്, പിന്നെ അയാളുടെ ഫോണും ബാഗൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി അയാൾക്ക് അഥവാ ബോധം വന്നു കഴിഞ്ഞാലും അയാൾ പുറത്തേക്കും വരില്ല, ഫോൺ വിളിക്കാനും പറ്റുകയുമില്ല, ഞാൻ പുറത്ത് നിന്ന് അയാളുടെ ഡോർ അങ്ങ് കുറ്റിയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ഇനി കല്യാണം കഴിയുന്നവരെ അയാൾ ഒരക്ഷരം മിണ്ടാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ എന്ത് പണിയാണ് ചെയ്തത്, അയാളുടെ തലക്കടിച്ചിട്ട് ഇനി അയാളെങ്ങാനും മരിച്ചു പോയാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊന്നേനെ, അയാളെങ്ങാനും സത്യം പറയുകയാണെങ്കിൽ ഞാൻ അയാളെ കൊല്ലണമെന്ന് കരുതിയിട്ട് തന്നെയാണ് നടന്നത്, എന്ത് സംഭവിച്ചാലും ശരി നിൻ്റെയും ഗൗതമിൻ്റെയും വിവാഹം നടക്കും, അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഇത്രയ്ക്കധികം കഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയാണ്. അങ്ങനെ മോളെ എന്നാൽ നീ അങ്ങ് വായോ, ഞാൻ പോവുകയാണ് എന്നും പണ്ട് രേണുക അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ശിവാനി വീണ്ടും കഥ അങ്ങ് കുറ്റിയിട്ടിട്ട് അമൽ അങ്ങ് വരികയാണ്. അമൽ വന്നിട്ട് പറയണേ, നീയും നിൻ്റെ അമ്മയും കൂടി സംസാരിച്ചത് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നും പണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട്
ഇതുകൂടി ഞാൻ ആ സ്റ്റേജിലുള്ള TV-യിൽ സ്ക്രീനിൽ അങ്ങ് കാണിച്ചു കൊടുക്കും. അതിൻ്റെ മുന്നേ നീ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ, അല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാണ്. ഒരിക്കലും നീ കല്യാണം കഴിക്കലും ഉണ്ടാവില്ല, നിൻ്റെ അമ്മ ജയിലിലേക്കും പോവും. അത് വേണോ എന്നങ്ങ് ചോദിക്കുകയാണ്. അങ്ങനെ ഇല്ല അമൽ, ഞാൻ ഉറപ്പായും ഞാൻ വരാം, നീ ഇപ്പോൾ തൽക്കാലം പോ എന്നും പറഞ്ഞിട്ട് ശിവാനി അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി ഒരിക്കലും ഗൗതമിനെ കല്യാണം കഴിക്കാൻ പാടില്ല. അതിനു വേണ്ടി നിധിയുടെ ബാഗിൽ ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന 100 പവൻ്റെ ആഭരണങ്ങളിൽ നിന്നും ഒരു ആഭരണം ഇതിലങ്ങ് ഒളിപ്പിച്ചു വെക്കാമെന്നും പറഞ്ഞിട്ട് ശിവാനി അതിലേക്ക് നിധിയുടെ ബാഗിലേക്ക് ആരും കാണാതെ തന്നെ ആ ബാഗിലേക്ക് സ്വർണം വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അത് അലമാറയിൽ തന്നെ അങ്ങ് വെക്കുകയാണ്. പിന്നീട് അമൽ വന്ന സമയത്ത് ശിവാനിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമലിൻ്റെ കൂട്ടുകാരന് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ഡയറക്ടർ ആണെന്നും പറഞ്ഞങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് ശിവാനിക്ക് കൊടുക്കും. അങ്ങനെ ഡയറക്ടർ ആണെന്നും കരുതിയിട്ട് ശിവാനിയും ആ ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഹിന്ദി ഡയറക്ടർ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ ശിവാനി അങ്ങ് വിശ്വസിക്കുകയാണ്. അതെ, ഇയാൾ ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ബോളിവുഡിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും, ഞാനൊരു വലിയ സ്റ്റാറാവും എന്നങ്ങ് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ അമൽ അങ്ങ് വിശ്വസിപ്പിച്ച ശേഷമാണ് അമൽ അവിടുന്ന് പോകുന്നത്. പിന്നീട് ശിവാനി ആരും കാണാതെ തന്നെ അവിടുന്ന് റൂമിൽ നിന്നും പോയിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും തന്നെ രേണുകയോ നിധിയോ അങ്ങനെ ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പാറു മണ്ഡപത്തിൽ ഇങ്ങനെ കർമ്മി ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാവും. അപ്പോഴാവും അവിടെ ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ അതിൻ്റെ പേരക്കുട്ടിയെ ഇങ്ങനെ വിളിക്കാവും കേട്ടോ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് പാർവതി അങ്ങ് ചെല്ലാണ്. എന്താ അമ്മേ എന്ന് ചോദിക്കും. ഭക്ഷണത്തിനാണോ? ഭക്ഷണം അപ്പുറത്തെ സൈഡിലാണ്. അല്ല, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം മോളെ കാണാനില്ല, പേരക്കുട്ടിയെ കാണാനില്ല. അതിനെന്താ, ഞാൻ കൊണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് പാർവതി ആ സ്ത്രീയെ, ആ വയസ്സായ സ്ത്രീയെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകും. ആ സമയത്താവും ആ കുട്ടിയുടെ ആ ഒരു വയസ്സായ സ്ത്രീയുടെ പേരക്കുട്ടി അങ്ങ് വരികയാണ്. എന്താ അമ്മൂമ്മേ എന്ന് ചോദിച്ചിട്ട്, എനിക്ക് മോളെ വാഷ്റൂമിൽ പോകണം, നിന്നെ ഞാൻ എത്രയായി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെന്താ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞിട്ട് പാർവതിയിൽ നിന്നും ആ അമ്മൂമ്മയെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ ആ പേരക്കുട്ടി. എന്നിട്ട് പാർവതി പറയുന്നുണ്ട്, മോളെ നീ ഞാൻ കൊണ്ടുപോയിക്കോളാം, ആൻറ്റി അപ്പുറത്തേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങ് വാഷ്റൂമിലേക്ക് പോവാണ്. ഈ സമയത്ത് ജോത്സ്യർക്ക് അങ്ങ് ബോധം വരികയാണ് കേട്ടോ. അങ്ങനെ ജോത്സ്യർ അയ്യോ ഈ കല്യാണം നടന്നിട്ടുണ്ടാവുമോ എന്നുള്ള പേടിയിലാണ് ജോത്സ്യർ എണീക്കുന്നത്. അങ്ങനെ കഥകിൽ തുറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കഥക് കുറ്റിയിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ജോത്സ്യർ ആ കഥകിൽ ഇങ്ങനെ തട്ടും. അങ്ങനെ പാർവതി പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ തട്ടുന്ന സൗണ്ട്, കഥക് തട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ പാർവതി ആരായിരിക്കും കഥക് തട്ടുന്നത് എന്നും ഭാവത്തിൽ അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് ഈ അമ്മൂമ്മയും ഈ കുട്ടിയും കൂടി വാഷ്റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കഥക് ഒരു ടൈറ്റ് ഉള്ളത് കൊണ്ട് അവർ തള്ളുന്നതാണെന്ന് അങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ. പക്ഷേ ജോത്സ്യരാണ് ഈ കഥക് തട്ടുന്നത് എന്നുള്ള കാര്യം പാർവതിക്ക് മനസ്സിലാവില്ല. അങ്ങനെ പാർവതി വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ജോത്സ്യർക്ക് പുറത്തേക്ക് വരാൻ പറ്റാതെ ജോത്സ്യർ വീണ്ടും അങ്ങ് ആ റൂമിൽ കുടുങ്ങി പോവുകയാണ്. പക്ഷേ ജോത്സ്യർ പിന്നീട് ആ റൂമിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരെങ്കിലും ജോത്സ്യരുടെ കഥക് തട്ടുന്ന ആ സൗണ്ട് കേട്ടിട്ട് വേറെ ആരെങ്കിലും കഥക് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നേരെ പാർവതി അങ്ങ് മണ്ഡപത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് രേണുക ഒക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ രേണുകയുടെ അടുത്തേക്ക് ശിവാനിയെ ഒരുക്കുന്ന ബ്യൂട്ടീഷ്യൻ അങ്ങ് വരിക കേട്ടോ. എന്നിട്ട് ആൻറ്റി അവിടെ ശിവാനിയെ കാണുന്നില്ല, റൂമിൽ ശിവാനിയെ കാണാനില്ല എന്നൊക്കെ. എന്താ നീ പറയുന്നത്? എന്നാൽ ഇവിടെ ആരും അറിയണ്ട, നീ വാ നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ബ്യൂട്ടീഷ്യനും രേണുകയും കൂടി റൂമിലേക്ക് അങ്ങ് പോവാണ്. പക്ഷേ ശിവാനി ആ റൂമിലൊന്നും കാണുന്നില്ല. അങ്ങനെ ആകെ അങ്ങ് പേടിക്കുകയാണ് കേട്ടോ രേണുക. അങ്ങനെ ബ്യൂട്ടീഷ്യനോട് പറയാണ്, ശിവാനിയുടെ അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് വായോ എന്നങ്ങ് പറഞ്ഞിട്ട് അശോകനെ വിളിച്ചു വരുത്തേണ്ട. അപ്പോൾ അശോകൻ്റെ കൂടെ ചന്ദ്രിയും നിധിയും നിഖിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്താ ആൻറ്റി മോളെ കാണാനില്ല, ശിവാനി ഈ സമയത്ത് എവിടെ പോയി, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അശോകൻ. നീ ജോത്സ്യരെ കണ്ട വെപ്രാളത്തിൽ എന്താ ഈ പറയുന്നത്? നീ ജോത്സ്യർ കല്യാണം മുടക്കുമെന്ന് കരുതിയിട്ടുള്ള ടെൻഷനാണ്, മോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, ഞാൻ ഇവിടെയൊക്കെ നോക്കി, ശിവാനി ഇവിടെ ഇല്ല എന്നും പറഞ്ഞ് പരിഭ്രമിച്ചുകൊണ്ട് തന്നെ രേണുക അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രേണുക ഇവളാണ് എൻ്റെ മോളെ മാറ്റിയിട്ടുണ്ടാവുക, എവിടെയാടി എൻ്റെ മോളെ എവിടെ, ഈ കല്യാണം നടക്കരുത് എന്നും കരുതിയിട്ട് ഇവൾ എൻ്റെ മോളെ മാറ്റിയിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് നിധിയോടെ മെക്കിട്ട് അങ്ങ് കയറാൻ കേട്ടോ. അപ്പോൾ അശോകൻ പറയും, എന്താ നീ പറയുന്നത്? നിധിയും ചന്ദ്രയൊക്കെ അവിടെ ആയിരുന്നില്ലേ, നീ എന്താ ഈ പറയുന്നത്? അവളെ വെറുതെ കുറ്റപ്പെടുത്താതെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ പെങ്ങളെയും മോളെയും നിങ്ങൾ ഒരിക്കലും ഒന്നും പറയാറില്ല, അതുകൊണ്ട് ഇവൾ തന്നെയാണ് എൻ്റെ മോളെ മാറ്റി, മര്യാദക്ക് നീ എൻ്റെ മോളെ കൊണ്ടുപോയെന്നും പണ്ട് രേണുക അങ്ങ് പൊട്ടിത്തെറിക്കാൻ കേട്ടോ. എന്നിട്ട് നിധിയുടെ കവളത്തേക്കൊന്ന് അടിക്കുന്നുണ്ട്. അങ്ങനെ നിധിക്ക് നിസ്സഹായതയോട് കൂടിയിട്ട് ആ അടിയൊക്കെ കൊണ്ട് നിൽക്കാനേ കഴിയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, ആൻറ്റി വെറുതെ ബഹളം വെക്കേണ്ട, എൻ്റെ മേൽക്ക് വരികയും വേണ്ട, ഞാനൊന്നും കണ്ടിട്ടില്ല ശിവാനിയോട്
ഡ്രസ്സ് മാറി ഇവിടെ ഇരിക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്ന സമയത്തും ശിവാനി അമലിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അമലും ശിവാനിയും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയേണ്ട നിധി എന്നൊക്കെ പറയണ. അങ്ങനെ പെട്ടെന്ന് അശോകൻ്റെ കണ്ണിൽ അവിടെ ഒരു കത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണുകയാണ് കേട്ടോ. അങ്ങനെ ആ കത്ത് ശിവാനി എഴുതി വെച്ചിരിക്കുന്ന കത്തായിരിക്കും. അങ്ങനെ ആ കത്തെടുത്ത് വായിക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ അശോകൻ. അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.